അടുത്ത വ്യാഴാഴ്ച മുതൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങളൊന്നും ഫിയോക്കിൻ്റെ മെമ്പേഴ്സ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു മലയാള സിനിമയും ഒരു സിനിമ ഇതിനൊരു ഒത്തീർപ്പുണ്ടാവുന്നിടം വരെ ഒരു മലയാള സിനിമയും ഫിയോക്കിൻ്റെ മെമ്പർമാർ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വെർച്വൽ പ്രിൻ്റ് ഫ്ലൈറ്റും കൂടി, അതായത് തിയേറ്ററിലേക്ക് പ്രിൻ്റ് എത്തിക്കുന്ന ചെലവ്, അത് ആ സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന കാശ് VPF, അതും അവർ നിർദ്ദേശിക്കുന്ന പ്രൊജക്ടർ തിയേറ്ററിൽ വെക്കുക, ഈ സൈസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ്. ഹലോ ചങ്ങായിമാരെ, മൂവി വേൾഡ് മീഡിയ എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു. നമ്മുടെ ഫ്യൂക്ക് എന്ന് പറയുന്ന തിയേറ്റർ അസോസിയേഷൻ്റെ ഒരു പുതിയ തീരുമാനമാണ് പറയുന്നത് 22-ാം തീയതി മുതൽ, അഥവാ ഈ വരുന്ന വ്യാഴാഴ്ച മുതൽ മലയാള സിനിമകളൊന്നും തിയേറ്ററിൽ കളിക്കുന്നില്ല അങ്ങനെയാണ് പറയുന്നത്. അതും ഇതുവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പടങ്ങളുണ്ടല്ലോ, ഇപ്പോൾ റിലീസായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പടങ്ങൾ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ ബ്രഹ്മയുഗമായാലും അല്ലെങ്കിൽ പ്രേമലു ആയാലും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നുള്ള നമ്മുടെ ടോവിനോന്റെ സിനിമയാണെങ്കിൽ ഇതിനൊന്നും ഒരു പ്രശ്നമില്ല. അത് കഴിഞ്ഞിട്ട് വരുന്ന സിനിമകളുണ്ടല്ലോ, ഈ സിനിമകളൊന്നും ഇനി 22-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 22-ാം തീയതി ഒക്കെ റിലീസാവുന്ന സിനിമകളൊന്നും ഇനി തിയേറ്ററുകളിൽ കളിക്കുന്നില്ല. അതിനുള്ള കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. എന്താണ് ഈ ഫ്യൂക്കിൻ്റെ ആൾക്കാർ പറയുന്നത് നമുക്ക്, അഥവാ ഈ തിയേറ്റർ അസോസിയേഷൻ്റെ ടീമുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇത്രയും ശക്തമായ ഒരു തീരുമാനം അവരെടുക്കുന്നു എന്ന കാര്യങ്ങളൊക്കെ അവരുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാം. കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുന്ന ആരാണ്? നമ്മുടെ ഹൈദരാലിക്കാനെ നമുക്കറിയാലോ, ഏത് ഭാഗത്ത് നിൽക്കുന്നു ആ ഭാഗമാണ് ശരി. ഇപ്പം അമ്മയെ തല്ലിയ ഭാഗത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അമ്മയെ തല്ലിയ ശരിയാണെന്ന് പറയും, അപ്പം തന്നെ തല്ലുകൊണ്ട് അമ്മയുടെ ഭാഗത്ത് പോയിട്ട് അമ്മയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കും. എന്നൊക്കെ കൃത്യമായിട്ടൊരു നിലപാടൊന്നുമില്ല. ആരെടുത്താലും അവരാണ് നല്ലവർ, അവരാണ് സത്യവാന്മാർ, അവർ പറയുന്നത് മാത്രമേ ശരി. ആ രീതിയാണ് നമ്മുടെ ഹൈദരാലിക്കാക്കുള്ളത്. ഞാനത് വ്യക്തമാക്കി പറയുന്നില്ല. വേണമെങ്കിൽ ഈ ഫിയോക്കിൻ്റെ ഇവരായിട്ട് നിന്ന് സംസാരിക്കുന്നത്, അതിനുശേഷം ഇതേ ഹൈദരാലിക്കാനെ ഇന്ന് ചെന്നിട്ട് നമ്മുടെ ഈ പറയുന്ന നിർമ്മാതാക്കളുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സിയാദ് കോക്ക് എന്ന് പറഞ്ഞ മുതിർന്ന ഒരു പ്രൊഡ്യൂസറൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർ അസോസിയേഷനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ട് സംസാരിക്കുന്നു. ഇവിടെ സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ഫ്യൂക്ക് അഥവാ ഈ തിയേറ്റർ ഉടമകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഇതേപോലെ നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിനെ കുറിച്ച്. എന്നിരുന്നാൽ പോലും ഈ തിയേറ്റർ ഉടമകൾ പറയുന്നത് എന്താണ് നമുക്കത് കേട്ട് നോക്കാം. തുടർന്ന് നമുക്ക് കുറേ കാര്യം കൂടി സംസാരിക്കാം അല്ലേ. തിയേറ്ററിലെ കളക്ഷൻ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, അതായത് ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ 10-15 ദിവസത്തിനകം വെച്ച് ഏത് ചിത്രങ്ങളും അവൻ്റെ മൊബൈലിൽ കാണാം എന്നുള്ളൊരു ധാരണയാണ് ഈ സിനിമാ തിയേറ്ററിൽ ആൾ കുറയ്ക്കുന്നുള്ളതിന് 100% ഉറപ്പാണ്. അപ്പോൾ തിയേറ്ററുകാരൻ ഡെയിലി ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വെർച്വൽ പ്രിൻ്റ് ഫ്ലൈറ്റും കൂടി, അതായത് തിയേറ്ററിലേക്ക് പ്രിൻ്റ് എത്തിക്കുന്ന ചെലവ്, അത് ആ സർവീസ് പ്രൊവൈഡർ കൊടുക്കുന്ന കാശ് VPF, അതും കൂടെ തിയേറ്ററുകാരൻ്റെ മണ്ടയിൽ വയ്ക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നിർമ്മാതാക്കളുടെ സംഘടന അവരാണല്ലോ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. അതെ. അപ്പോൾ പിന്നെ VPF ചാർജും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു തിയേറ്ററിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. തിയേറ്റർ വ്യവസായം നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റത്തില്ല. അപ്പോൾ ഈ VPF ചാർജ് വയ്ക്കുക, പിന്നെ അവർ നിർദ്ദേശിക്കുന്ന പ്രൊജക്ടർ തിയേറ്ററിൽ വെക്കുക, ഈ സൈസ് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങളാണ്. കാര്യം ഇപ്പോൾ നമുക്ക് 2-3 സ്ക്രീനുള്ള ഒരു സ്ഥലത്ത് നമുക്കൊരു 4K വയ്ക്കാം, ഒരു 2K വയ്ക്കാം, ഒരു സിംഗിൾ K വയ്ക്കാം. ഇതൊക്കെ തിയേറ്ററുകാരൻ്റെ ചോയ്സാണ്. ഒരു തിയേറ്റർ ഉണ്ടാക്കുന്നവനാണ് അവൻ്റെ പ്രൊജക്ടർ ഏത് വേണമെന്ന് തീരുമാനിക്കുക. ആ പ്രൊജക്ടിനനുസരിച്ച് കണ്ടന്റ് മാസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഒരു സർവീസ് പ്രൊവൈഡറുടെ ജോലി. ആ കണ്ടന്റ് കൊടുക്കുമ്പോഴാണ് സർവീസ് പ്രൊവൈഡർ ആവുന്നത്. ഇത് ഇവരുടെ കയ്യിൽ ഉള്ള കണ്ടന്റ് ഇല്ലെങ്കിൽ ഇവർ മാസ്റ്റർ ചെയ്ത കണ്ടന്റ് ഏത് പ്രൊജക്ടിന് സ്യൂട്ടാവോ ആ പ്രൊജക്ട് വെക്കാനാണ് ഒരു തിയേറ്ററുകാരെ ഇൻസിസ്റ്റ് ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് കുറച്ച് നാളായിട്ട് തന്നെ ഈ ഒരു അന്തരീക്ഷം ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോവുക. ഇതൊരിക്കലും ആരോഗ്യകരമായ ഒരു രീതിയിൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തും പിന്നെ നമ്മുടെ തിയേറ്ററുകാരന് അവൻ്റെ തിയേറ്ററിൽ അവന് ഇഷ്ടമുള്ള പ്രൊജക്ട് വയ്ക്കാൻ പറ്റത്തില്ല എന്ന നിബന്ധനയില്ല. പിന്നെ ഏതെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡറെ മാസ്റ്ററിങ് അനുസരിച്ച് കണ്ടന്റ് മാസ്റ്ററിങ് അനുസരിച്ചുള്ള പ്രൊജക്ടർ ഇല്ലെങ്കിൽ അതിന് സ്യൂട്ടാവുന്ന പ്രൊജക്ടർ വെക്കണം എന്ന് ആരും നിഷ്കർഷിക്കുന്നില്ല. കേരളത്തിൽ മാത്രം ഈ സൈസ് നിബന്ധനകൾ കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല. അതുമായിട്ട് കേരളത്തിലെ തിയേറ്റർ ഉടമകൾക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ഇപ്പോൾ ഒരു തിയേറ്റർ ഒരാൾ ഓപ്പൺ ചെയ്തു, പുതിയതോ പഴയതോ ആകട്ടെ, ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്ത് അതിൻ്റെ റിലീസിങ് തീയതി നിശ്ചയിച്ച് ചിത്രങ്ങളിൽ ഫിക്സ് ചെയ്തതിന് ശേഷം റിലീസിൻ്റെ 2 ദിവസത്തിന് മുമ്പ് പറയാതെ നിങ്ങൾക്ക് പണം തരാൻ പറ്റത്തില്ല. ഡിസ്ട്രിബ്യൂട്ടർമാർ പറയണം, ഡിസ്ട്രിബ്യൂട്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും കൂടെ അവർ നിനക്ക് പണം തരാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ റിലീസ് തീയതി നിശ്ചയിച്ച് ചിത്രങ്ങളും ഫിക്സ് ചെയ്ത തിയേറ്റർ ഉടമയ്ക്ക് അവൻ്റെ തിയേറ്ററിൽ നിശ്ചിത സമയത്ത് ചിത്രം കളിക്കുക എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ, അവൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം. അപ്പോൾ അതിനുവേണ്ടി അവസാന നിമിഷം അവൻ എന്തിനും തയ്യാറാവും. അപ്പോൾ ഇവർ വിളിക്കുക, പറയുക പ്രൊജക്ടിൻ്റെ അത് വെച്ച് ചെയ്യണം, VPF കൊടുക്കണം, ഇല്ലെങ്കിൽ നിനക്ക് പടമില്ല എന്ന് പറയും. താൽക്കാലികമായിട്ട് അവൻ എന്തും ചെയ്യാൻ തയ്യാറാവും. പക്ഷേ ആ രീതി നിലവിലുള്ള തിയേറ്ററുകളിലേക്കും കൂടെ അടിച്ചേൽപ്പിക്കുകയാണ്. ഇതൊരു പുതിയ തിയേറ്റർ, ഈ ബിസിനസ് വരുന്ന പുതിയ സംരംഭകരെ ആയിരുന്നു ഇതുവരെ നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴതല്ല, നമ്മുടെ നിലവിലുള്ള തിയേറ്ററുകാരെയും ഒന്നൊന്നായിട്ട് പിടിച്ച് നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഭീഷണിപ്പെടുത്തുന്നതാണ്. കാര്യം ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാര്യം വെച്ചാൽ ഒന്ന് ഇവിടുത്തെ സർവീസ് പ്രൊവൈഡർ ആരാണെന്ന് നോക്കാതെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സർവീസ് പ്രൊവൈഡർക്ക് നമുക്ക് അവൻ്റെ കണ്ടന്റ് വയ്ക്കാനുള്ള അനുമതി കൊടുക്കുക എന്ന് പറയുന്നത് തിയേറ്ററുകാരൻ്റെ അവകാശമാണ്. ഒരു തിയേറ്റർ നിർമ്മിക്കുന്ന അയാൾക്ക് ഏത് പ്രൊജക്ടർ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അത് അതിന് അനുസൃതമായ അവൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച്
കണ്ടന്റ് മാസ്റ്റർ ചെയ്യാൻ നിർവാഹമുള്ള കമ്പനിക്ക് അതിൻ്റെ കോൺട്രാക്ട് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് ഇവർ പ്രൊഡ്യൂസർ അസോസിയേഷനുമായിട്ട് ബന്ധമുള്ള 4-5 പേരുടെ ഒരു കൂട്ടായ്മയായ ആ കമ്പനിക്ക് ഈ കോൺട്രാക്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. ഈ നിർമ്മാതാക്കളുമായി ബന്ധമുള്ള ഒരു കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെടണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ഹൈദരാലിക്ക അങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്. പിന്നെ ഹൈദരാലിക്ക ഒരു ചാനൽ നടത്തുന്ന വ്യക്തിയാണ്. ആളുടെ കണ്ടന്റ് അല്ലെങ്കിൽ ആളുടെ ചാനലിൽ വരുന്ന വീഡിയോസ് കുറച്ച് റീച്ച് ആവണമെങ്കിൽ എരിവും പുളിയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ തമ്മിൽ കൊടുക്കാൻ കഴിയണം. അങ്ങനെ തമ്മിൽ കൊടുക്കണം. ഇങ്ങനത്തെ വിഷയങ്ങൾ വേണം. അപ്പോൾ ആളെ കുറ്റപ്പെടുത്തരുത്. കാരണം ആൾക്കും ഉണ്ടാവില്ല ആഗ്രഹങ്ങളും ആലോചനകളും. ഇനി വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് കുറച്ച് വിവരക്കുറവുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഒന്ന്, ഈ പറയുന്ന പണ്ട് കാലത്തൊക്കെയാണ് റീലിട്ടിട്ട് സിനിമ ഓടിക്കുന്ന ഒരു പരിപാടി. പ്രൊജക്ടർ വെച്ചിട്ട് റീലിട്ടിട്ട്, പ്രൊജക്ടറിൻ്റെ കാര്യം എന്താണ്, സ്ക്രീനിലെ സിനിമ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും സാറ്റലൈറ്റ് ആണ്. ഇന്ന് പല സിനിമകളും സാറ്റലൈറ്റ് വഴിയാണ് സിനിമകൾ എത്തുന്നത്. നോക്കാം, അത് സർവറാണ്. ഈ സർവറിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന പണം ഡൗൺലോഡ് ചെയ്യുകയും പിന്നെ ഈ പറയുന്ന 2K 3K 8K ഒക്കെ ആക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇന്ന് മലയാളം സിനിമ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ബ്രഹ്മയുഗം ഇറങ്ങി. ബ്രഹ്മയുഗത്തിൻ്റെ ഒക്കെ ക്ലാരിറ്റി, സൗണ്ടായാലും അത് പടം തന്നെ, ആ സിനിമ തന്നെ അഭിനയിക്കുന്ന ആൾക്കാരുടെ അഭിനയത്തിൽ മാത്രമല്ല ഇന്ന് സിനിമ കാണുന്നത്. ആ സിനിമ എടുത്തു വെച്ചിരിക്കുന്ന ഇതിനും കൂടിയും അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പം ഇപ്പം ഇത്രത്തോളം പണം ചെലവ് ചെയ്ത് ക്യാമറ ആവട്ടെ, അതിൻ്റെ ടെക്നീഷ്യന്മാരാവട്ടെ, എല്ലാവരും പക്ക പെർഫെക്റ്റ് ആയിട്ട് ഇന്ന് കിട്ടാവുന്ന അത്ര എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റും അത്രത്തോളമൊക്കെ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു പടം തിയേറ്ററിലെത്തിയിട്ട് തിയേറ്റർ പിന്നെയും ഈ പറയുന്ന 85 മോഡലാണെങ്കിൽ ആ പടം അത്രത്തോളം കഷ്ടപ്പെട്ടുണ്ടാക്കി അത്രത്തോളം എഫിഷ്യൻ്റായിട്ട് അത്രത്തോളം ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവും? ഇല്ല. അപ്പം ഈ സിനിമ ഇറക്കുന്നവർ അല്ലെങ്കിൽ ഇത്രയും പണം മുടക്കിയിട്ട് കോടികളൊക്കെ ചിലവ് ചെയ്താണ്. പണ്ടത്തെ പോലെ 5 ലക്ഷം രൂപയ്ക്ക് 10 ലക്ഷം രൂപയ്ക്കൊന്നും സിനിമ പിടിക്കാൻ പറ്റില്ല. ഇന്ന് കോടികളെ മുടക്കിയിട്ടാണ് ഒരു സിനിമ തിയേറ്ററിൽ എത്തിക്കുന്നത്. അത്രത്തോളം കോടികളൊക്കെ മുടക്കി സിനിമ തിയേറ്ററിൽ എത്തിയിട്ട് ആ സിനിമ പിടിച്ച ആ ക്ലാരിറ്റിയിൽ ആ സിനിമ തിയേറ്ററിൽ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർമാർ അല്ലെങ്കിൽ സിനിമയുടെ കൂടെ നിൽക്കുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ പറയും അങ്ങനെ പറ്റൂല, സെർവർ നിങ്ങൾ മാറ്റണം, കുറച്ചുകൂടി ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ മാറ്റണം എന്നൊക്കെ പറയും. അത് പറയാതിരിക്കുമോ? അവർക്ക് അവരുടെ പ്രോഡക്റ്റ് അവർ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് ആ രീതിയിൽ ജനങ്ങളിൽ എത്തിക്കാനല്ലേ ആഗ്രഹിക്കുള്ളൂ. അതിപ്പോൾ ഇത് പറയാൻ സിനിമക്കാരാരാണ് പ്രൊഡ്യൂസർമാരാരാണെന്നൊക്കെ ചോദിക്കുന്നത് എന്തും മര്യാദ ഉണ്ടായിട്ടാണ്. ഇയാൾക്ക് ഒരു മൂള വേണ്ട, മൂള. ഇനി ശക്തമായ തീരുമാനം കൂടി ഇയാൾ പറയുന്നുണ്ട്. ഏത് 22-ാം തീയതി മുതൽ ഇനി സിനിമ തിയേറ്ററിൽ കളിക്കരുത്. മലയാളം സിനിമ തിയേറ്ററിൽ കളിക്കൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിയേറ്റർ ഒക്കെ മൂട്ടി പോട്ടെ, വല്ല കല്യാണ മണ്ഡപം ആക്കേണ്ടി വരും. മനസ്സിലായോ? നിങ്ങൾ എത്ര നാൾ ഈ തമിഴും ഹിന്ദി തെലുങ്ക് സിനിമകൾ നമ്മുടെ കേരളത്തിൽ ഓടിക്കും? നമ്മുടെ മലയാളികൾ കൂടുതലും മലയാള സിനിമ കാണാനല്ല വരുന്നത്, അല്ലെങ്കിൽ അന്യഭാഷ സിനിമകൾ കാണാൻ ചെല്ലുന്ന യൂത്ത് ആയിട്ടുള്ള പിള്ളേരാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള സിനിമകൾ ആഗ്രഹിക്കുന്ന ഒരു സിനിമ കാണുന്നവർ നോക്കിയാൽ ഒരു 20% ആൾക്കാരെ അങ്ങനെ അന്യഭാഷകൾ കാണാൻ ആഗ്രഹിക്കുള്ളൂ. ബാക്കിയുള്ളവരെ 80% ആൾക്കാരും 100% ആൾക്കാരും മലയാള സിനിമ കാണാൻ തന്നെയാണ് തിയേറ്ററിൽ ചെല്ലുന്നത്. അപ്പോൾ മലയാള സിനിമകൾ തിയേറ്ററിൽ ഇറക്കൂല എന്നൊക്കെ പറയുന്ന ഇത്രത്തോളം വിവരക്കേടില്ലാത്ത വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ഇയാളൊക്കെ സിനിമ തിയേറ്റർ കൂട്ടിയിട്ട് പകരം അവിടെ ഈ പറയുന്ന കല്യാണ മണ്ഡപം ഒക്കെ തുടങ്ങാൻ വല്ല ഹാൾ എന്ന രീതിയിൽ അതിനു വേണ്ടി ആയിരിക്കുള്ളൂ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ശക്തമായ തീരുമാനമല്ല ഈ 22-ാം തീയതി അതും കൂടി പറയട്ടെ, അതും കൂടി നമുക്കൊന്ന് കേട്ടോ. തീരുമാനം പ്രതിഷേധം എന്താണ്? പ്രതിഷേധം ഈ കേരളത്തിലെ തിയേറ്ററുകളോട് മലയാള സിനിമയുടെ നിർമ്മാതാക്കളാണ് ഇല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഈ വിവേചനങ്ങളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത വ്യാഴാഴ്ച മുതൽ റിലീസ് ചെയ്യുന്ന മലയാള ചിത്രങ്ങളൊന്നും ഫിയോക്കിന്റെ മെമ്പേഴ്സ് കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഒരു മലയാള സിനിമയും ഒരു സിനിമ ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാവുന്ന വരെ ഒരു മലയാള സിനിമയും ഫിയോക്കിന്റെ മെമ്പർമാർ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. നിലവിൽ ഇന്നത്തെയാണ് ലാസ്റ്റ് റിലീസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇനി മലയാള സിനിമ റിലീസ് ചെയ്യില്ല. ഈ തീരുമാനം എല്ലാം വിവരിച്ചുകൊണ്ട് തന്നെ എല്ലാ സംഘടനകളും കാര്യം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം, ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്ന് കാണിച്ച് ഈ നിർബന്ധിത നിബന്ധനകൾ പാടില്ല, അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ അസോസിയേഷനും കത്ത് കൊടുക്കുന്നുണ്ട്. പ്രൊഡ്യൂസർ അസോസിയേഷൻ കത്ത് കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർ അസോസിയേഷൻ കത്ത് കൊടുക്കുന്നുണ്ട്, കേരള ഫിലിം ചേംബറിന് ലെറ്റർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ സംഘടനകൾക്കും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട്. ലെറ്റർ കൊടുത്തിട്ടും ഈ അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ അതിനൊരു തീരുമാനം ഉണ്ടാകാതിരുന്നാൽ മാത്രമേ നമ്മൾ ഈ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നു. തീരുമാനത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നിലവിലെ ഈ സാഹചര്യത്തിൽ ഇവർ കെട്ടിയേപ്പിക്കുന്ന തീരുമാനം നമ്മൾ അംഗീകരിക്കില്ല. നമുക്ക് പ്രൊജക്ട് വെക്കുകയും നമുക്കറിയാവുന്നവരുമായിട്ട് സംസാരിച്ച് വെക്കാൻ കഴിയും. നിർമ്മാതാക്കൾ പറയുന്ന ആളുകളുമായിട്ട് നമ്മൾ ടൈപ്പ് ആവില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് എക്കണോമിക്കലി ഇല്ലെങ്കിൽ പ്രാക്ടിക്കലി നമുക്ക് വർക്ക് ചെയ്ത് പോകാൻ പറ്റുന്ന സർവീസ് പ്രൊവൈഡറെ മാത്രമേ നമുക്ക് നമ്മുടെ തിയേറ്ററിലേക്ക് അനുവദിക്കാൻ പറ്റൂ. നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊജക്ടുകൾ മാത്രമേ നമുക്ക് തിയേറ്ററിൽ വെക്കാൻ പറ്റൂ. അതിനനുസരിച്ചുള്ള കണ്ടന്റ് മാസ്റ്ററിങ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സുമായിട്ട് മാത്രമേ നമുക്ക് എഗ്രിമെന്റ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായി. അപ്പോൾ ഈ മലയാള സിനിമയ്ക്ക് പകരം തമിഴ് സിനിമ വരുന്നു, അതും ഇവിടെയുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരാണ് തരുന്നത്. അവർ നിങ്ങൾക്ക് സിനിമ തരാതിരിക്കുന്ന ഒരു ഘട്ടം വരുമോ? ഇല്ല, അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നില്ല. അങ്ങനെ അവർ സിനിമ തരാതിരിക്കുന്ന ഒരു ഘട്ടം വരുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. അതിന് ആവശ്യമില്ല.
ഒന്നാമത് വ്യവസായം വളരെ പ്രതിസന്ധിയിലാണ്. വളരെ പ്രതിസന്ധി. തിയേറ്റർ ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിയിരിക്കുന്നു. അതിന്റെ ഇടയ്ക്ക് മലയാള സിനിമ നിങ്ങൾ പ്രദർശിപ്പിക്കില്ല എന്നൊരു അവരുടെ അവസ്ഥയും കൂടെ നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് തീരുമാനിച്ചാണല്ലോ അല്ലേ? അല്ല, അവരുടെ അവസ്ഥ ഈ അവസ്ഥ സംജാതമാക്കിയത് അവർ തന്നെയല്ലേ. ഇത് പാടില്ല. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് ഇവിടെ നിലവിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു തിയേറ്ററിൽ അവരുടെ കണ്ടന്റ് വയ്ക്കണം. അതായത് പ്രൊജക്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. ആ പ്രൊജക്റ്റിൽ പടം ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരോട് VPF ചാർജ് ആവശ്യപ്പെട്ടേക്കുക. നിലവിൽ പുള്ളിയുടെ ഒരു സ്ക്രീനും കൂടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആ സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല. കാര്യം ആ പ്രൊജക്ടറിലേക്ക് ഞങ്ങളുടെ കണ്ടന്റ് സ്യൂട്ട് ആവത്തില്ല. അതുകൊണ്ട് നീ പുതിയ പ്രൊജക്ടർ മേടിച്ച് വെക്കാനാണ് പറയുന്നത്. അതായത് ഒരു തിയേറ്ററിൻ്റെ ഓപ്പണിങ്ങിൻ്റെ തലേന്ന് ദിവസം ഒരു 45 ലക്ഷം രൂപ 50 ലക്ഷം രൂപ വീണ്ടും മുടക്കാനാണ് അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെടുന്നത്. അതെങ്ങനെ നമുക്ക് അംഗീകരിക്കാം? നിർമ്മാതാക്കളുടെ എല്ലാവരും ഒരുമിച്ചെടുക്കുന്ന തീരുമാനമാണോ അതോ ചില ആളുകളുടെ ഒരു തീരുമാനമാണോ? അല്ല, നിർമ്മാതാക്കളും ഇതുമായിട്ട് എന്ത് ബന്ധമാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാര്യം വെച്ചാൽ ഒന്ന്, പിന്നെ ഈ നിർമ്മാതാക്കളുടെ സംഘടനയിലുള്ള 4 or 5 പേര് ഡയറക്ടർ ബോർഡിലുള്ള ഒരു കമ്പനിയാണിത്. അല്ല, നിർമ്മാതാക്കളുടെ സംഘടനയോട് അതിന് ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിർമ്മാതാക്കളുടെ കമ്പനിയിൽ ഉള്ള അല്ലെങ്കിൽ നിർമ്മാതാക്കളായിട്ടുള്ള ഒരു 4 or 5 പേര് ഡയറക്ടേഴ്സായിട്ടുള്ള ഒരു പ്രൈവറ്റ് കമ്പനിയാണത്. ആ പ്രൈവറ്റ് കമ്പനിക്ക് എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയാനായിട്ട് എല്ലാ നിർമ്മാതാക്കളും കൂട്ടുനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ആവശ്യമില്ലല്ലോ. കാര്യം അവർക്ക് എന്താ അതുകൊണ്ടുള്ള നേട്ടം? അല്ല, അപ്പോൾ ഒരു ചർച്ചയിൽ തീരുമാനമാകേണ്ടതാണ്. തീർച്ചയായിട്ടും തീരുമാനമാകേണ്ടതാണ്. അല്ലെങ്കിലാണ് നമ്മൾ എല്ലാവരെയും സംശയിക്കുന്ന നിലയിലേക്ക് എത്തും. മനസ്സിലായില്ല. ഇത് ഒരു തിയേറ്റർ ഉടമയോട് അയാൾ 3ാമത്തെ സ്ക്രീൻ തുടങ്ങാൻ നേരത്തെ അയാളോട് ഈ പ്രൊജക്ടർ വീണ്ടും മാറ്റി ഒരു 19 ലക്ഷം രൂപ വീണ്ടും മുടക്കാൻ പറഞ്ഞു എന്ന് പറയുന്ന കാര്യമുണ്ടല്ല. അതങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. അയാൾക്ക് ഓൾറെഡി 2-3 തിയേറ്റർ ഉണ്ട്. പുതിയതായിട്ട് ഒരെണ്ണം കൂടി തുടങ്ങാൻ നേരത്ത് ഈ പ്രൊഡ്യൂസർ സംഘടന പറഞ്ഞു, നിങ്ങൾ ഇനി പുതിയതായിട്ട് തുടങ്ങുന്ന തിയേറ്ററിൽ പുതിയ സെർവർ വെച്ച് തുടങ്ങണം. കാരണം ഇനി വരാൻ പോകുന്ന സിനിമകൾ അങ്ങനത്തെയാണ്. പഴയ ഒരു സെർവർ വെച്ചിട്ട് പഴയ രീതിയിലുള്ള സിനിമകളല്ല ഇനി കാണാൻ പോകുന്നത് വെച്ചാൽ പുതിയ ടെക്നോളജികൾക്ക് ഉപയോഗിച്ചിട്ട് സിനിമകൾ വരുമ്പോൾ പുതിയ ടെക്നോളജി വെച്ചിട്ട് ആ സിനിമ പ്രേക്ഷകർക്ക് എത്തിക്കാൻ നോക്കണം. അതാണ് സംഘടന പറഞ്ഞത്. പിന്നെ ഇയാൾ വിചാരിക്കണമെന്ന് വെച്ചാൽ തിയേറ്ററുകളിൽ സിനിമ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ സിനിമാ വ്യവസായം നിന്ന് പോകുന്നതാണ്. പക്ഷേ ഈ പറയുന്ന സിയാദ് ഗോക്കിൻ്റെ ഒരു ഇന്റർവ്യൂ ഈ പറയുന്ന ഹൈദരാബാദ് എടുത്തപ്പോൾ അതിൽ സിയാദ് ഗോക്ക് പറയുന്നതാണ്, ഞങ്ങൾ ഈ തിയേറ്ററിലെ സിനിമ നിർത്തണം എന്നുള്ള ഒരു പ്ലാനിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനത്തെ ഒരു വിഷയമായിട്ട് ഈ തിയേറ്റർ ഉടമകൾ തന്നെ ഈ ഫ്യൂക്ക് എന്ന് പറഞ്ഞാൽ ഇവരുടെ സംഘടന തന്നെ വരുന്നത്. അതെന്തായാലും നന്നായി, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയാണെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സിയാദോക്ക് വന്ന് പറയുന്നത്. കാരണം അവർക്ക് ഇപ്പോൾ സിനിമ ഈ തിയേറ്ററുകൾ കൂട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇയാൾ പറയാമെന്ന് വെച്ചാൽ 22-ാം തീയതി മുതൽ മലയാള സിനിമകൾ തിയേറ്ററിൽ കളിക്കില്ല എന്ന് പറയുന്നത് വെച്ചാൽ പുതിയ സിനിമകൾ റിലീസാവില്ലെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ റിലീസായിട്ടുള്ള സിനിമ ഉണ്ടല്ലോ ഈ പറയുന്ന 4-5 നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, ഈ പ്രേമൂലാണെങ്കിലും അന്വേഷിപ്പിക്കും കണ്ടെത്തും, ബ്രഹ്മയുഗം, അതേപോലെ തന്നെ ഇനി വരാൻ പോകുന്ന മഞ്ഞുവൽ ബോയ്സ്, ഇതൊക്കെ കളിക്കും. കാരണം മഞ്ഞുവൽ ബോയ്സ് 23-ാം തീയതിയാണ് 22-ാം തീയതി റിലീസാവുന്നുണ്ട്. അപ്പോൾ ഇവരെന്തായത് 22-ാം തീയതിയോളം മാറ്റിയിട്ട് 23 ആക്കി എന്ന് പറയുന്നുണ്ട്. കാരണം ഈ 23-ാം തീയതി മുതൽ കളിക്കുന്നത്, പിന്നെ 23-ാം തീയതി മുതലാണ് ഇവർ പറഞ്ഞ സമരം തുടങ്ങുന്നുണ്ടെങ്കിൽ 23-ാം തീയതി വരെ റിലീസായിക്കാണ് പടങ്ങൾ കളിക്കാമായിരുന്നു. മഞ്ഞുവൽ ബോയ്സൊക്കെ കുറച്ച് ചാൻസുകളുണ്ട് ഓടാനായിട്ട്, നന്നായി ഓടും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് എന്തായി 22-ാം തീയതി എന്നുള്ള മാറ്റിയിട്ട് ഇവർ 23-ാം തീയതിക്കാക്കി വരെ സമരം. കാരണം 22-ാം തീയതി മഞ്ഞുവൽ ബോയ്സ് റിലീസായി കഴിഞ്ഞാൽ പിന്നെ കളിച്ചോട്ടെ, പെരുന്നാൾ വരെ സമയമുണ്ടല്ലോ, കളിക്കട്ടെ. അപ്പം ഇവർക്കെന്ന് വെച്ചാൽ ലാഭം ഉണ്ടാവണം, പൈസ കിട്ടുന്നതൊക്കെ ഇങ്ങനെ കൈക്കോട്ടോ ഇങ്ങോട്ട് വന്നുകൊണ്ടേ ഇരിക്കണം. അതേപോലെ തന്നെ ബാക്കിയുള്ള പാവങ്ങളുടെ സിനിമകളൊക്കെ ഉണ്ട്, ചെറിയ ബന്ധങ്ങൾ ഈ 22-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ അടുത്ത 1-ാം തീയതി ഒക്കെ റിലീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സിനിമകൾ അതൊന്നും കളിക്കൂരുന്നു. കാരണം ഇവർ വിചാരമാണ് ഈ പറയുന്ന 1-ാം തീയതിക്കുള്ളിൽ ഈ ചർച്ചയൊക്കെ സംസാരിച്ച് ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് തിയേറ്റർ ഉടമകളുടെ മുന്നിൽ ഈ പറയുന്ന പ്രൊഡ്യൂസർമാരും ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ തലകുനിക്കുന്നതാണ് വിചാരിക്കുന്നത്. പിന്നെ പറയുന്ന OTT റിലീസിൻ്റെ ആണെങ്കിൽ 50-55 ദിവസം 60 ദിവസം കഴിച്ചിട്ട് OTT കൊടുക്കാൻ പാടുള്ളൂ, അതുവരെ തിയേറ്ററിൽ കളിക്കട്ടെ. ശരിയാണ് ഈ പറയുന്ന അത് നോക്കുന്ന ഈ പ്രൊഡ്യൂസർമാർ ചോദിക്കുന്നത് കൃത്യമാണ്, നിങ്ങൾ അത്ര ദിവസം ഞങ്ങളുടെ സിനിമ കളിക്കുമെന്ന്. ഇല്ല, കളിക്കില്ല. ഒരു സിനിമ വന്ന് ഒരാഴ്ച കളിച്ച് അല്ലെങ്കിൽ 3 ദിവസം കളിച്ച് 3 ദിവസത്തിനുള്ളിൽ ആ പടത്തിന് വിചാരിച്ച കളക്ഷൻ കിട്ടുന്നില്ല, ഇവരവിടെ ആൾക്കാർ കയറില്ലെന്ന് വെച്ചാൽ അപ്പം തന്നെ അടുത്ത സിനിമ എടുത്തിട്ടാണ് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറിയാണ്. ഇവർ പറയുന്നതായിട്ട് 10-45 ദിവസം കഴിഞ്ഞിട്ട് OTT കൊടുക്കുള്ളൂ തീരുമാനിച്ചാൽ OTT-ക്കാരും ആ സിനിമ എടുക്കൂല. അപ്പം എന്തായാലും ഈ സിനിമ പിടിച്ച ആൾക്കാർ ഇരിക്കേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം പ്രൊഡ്യൂസർമാരെ ബൈറ്റത്ത് കടിച്ചിട്ട് ഈ പറയുന്ന ഫ്യൂക്കിൻ്റെ ആൾക്കാർ നിൽക്കാന്ന് വെച്ചാൽ അവർ സമ്മതിക്കില്ല. പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷൻ അതേ സിയാദ് ഗോക്കൊക്കെ അവരെ പ്രതിനിധിയായിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തിയേറ്ററുകാർ കൂടി പോട്ടെ, ഞങ്ങൾ അതിനാണ് കാത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു തീരുമാനം ഞങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചിട്ട് മിണ്ടാണ്ടിരിക്കണം. അപ്പോൾ ഇവർ തന്നെ എടുക്കേണ്ടത് അതെന്തായാലും നന്നായി എന്നാണ് പറയുന്നത്. ഈ ഇന്റർവ്യൂ ഈ പറയുന്ന ഹൈദരാബാദ് അതേ ചാനലിൽ തന്നെ ഈ പറയുന്ന സിയാദ് ഗോക്കിൻ്റെ ഒക്കെ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്. നിങ്ങൾ അതും കൂടി കണ്ടതിന് കുറച്ചും കൂടി കാര്യങ്ങൾ വ്യക്തമാകും. ഇത്ര തന്നെ പറയുന്നുള്ളൂ. വീഡിയോ കാണുന്നവർ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.